Hi dear students. Next topic is graphing in polar coordinates. പോളാർ ഗ്രാഫിംഗ് പോളാർ കർവിന്റെ ഗ്രാഫിങ്ങിന് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് സിമെട്രി ഇൻ പോളാർ കോർഡിനേറ്റ്സ് ആണ്. നമുക്കറിയാം സിമെട്രി എക്സ് ആക്സും വൈ ആക്സിലുള്ള സിമെട്രി നമുക്കറിയാം. അതുപോലെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 3 types of symmetry ഉണ്ട്. First type is symmetry about x-axis. നമ്മൾ ജനറൽ ആയിട്ടൊരു ചിത്രം വരക്കുക. Or graph. Now, symmetry about x-axis means if P is any point here, P r theta, then its mirror reflection in x-axis. അത് x-axis ഒരു മിറർ ആയാലും അത് റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റ്. This point also belongs to the same graph. അതാണ് സിമെട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. ഗ്രാഫിൽ ഈ പോയിന്റ്സിനൊക്കെ കറസ്പോണ്ട് ആയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സിമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് പി ആർ തീറ്റ ആണെങ്കിൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആർ ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ അതിന്റെ മിറർ റിഫ്ലക്ഷൻ ആയിട്ട് ഒരു ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ ഇസ് മൈനസ് തീറ്റ ആൻഡ് ഡിസ്റ്റൻസ് ഇസ് ദ സെയിം. അപ്പോ സിമെട്രി നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? That is, the curve r equal to f of theta is symmetric about x-axis if f of minus theta equal to theta. That is, polar equation remains unchanged when theta is replaced by minus theta. For example, r equal to 1 minus 2 cos theta. What is f of theta here? 1 minus 2 cos theta. What is f of minus theta? That is 1 minus 2 cos minus theta. That is 1 minus 2 cos theta. Cos minus theta equal to cos theta. So f of minus theta equal to f of theta itself. Therefore, the curve is symmetric about x-axis. So this is the symmetry about x-axis. That is, when theta is replaced by minus theta, the equation remains unaltered. Now, second type of symmetry is symmetry about y-axis. About y-axis. ഈ പറഞ്ഞ പോലെ ഈ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വൈ ആക്സിന് സിമെട്രിക് ആണെന്ന് പറയാൻ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ പോയിന്റ് ഏതായിരിക്കും എന്നുള്ളതാണ്. ഈ പോയിന്റ് പി, ഇതിന് P1 എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആർ തന്നെ ആയിരിക്കും. പിന്നെ ആംഗിൾ ഏതാ വരിക എന്നുള്ളതാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാല് പൈ മൈനസ് തീറ്റ എന്നാണ്. സോ r equal to f of theta is symmetric about y-axis if f of y minus theta, f of theta, that is, polar equation remains unchanged
when theta is replaced by pi minus theta. For example, r equal to 1 plus 2 sin theta. When theta is replaced by pi minus theta, r equal to 1 plus 2 sin pi minus theta. 1 plus 2 sin theta. So the curve is symmetric about y-axis, right? അപ്പൊ ഈ ഒറിജിനിലുള്ള സിമെട്രി എങ്ങനെയായിരിക്കും? ഒറിജിനെ നമ്മളൊരു മിറർ ആയിട്ട് കണ്ടാല് ആ ഒറിജിനിൽ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഇതിൽ നോക്കുക, ഈ പി എന്നുള്ളതിന്റെ ഒറിജിനിലുള്ള റിഫ്ലക്ഷൻ ഇവിടെ ഈ P2. ഈ ആംഗിൾ എന്തായിരിക്കും? ആർ പൈ പ്ലസ് തീറ്റ ആയിരിക്കും. കാരണം ഈ ആംഗിൾ തീറ്റയാണ്, അതുകൊണ്ട് 180 പ്ലസ് തീറ്റ ആയിരിക്കും ആർ. അപ്പോ എപ്പോഴാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? എങ്ങനെയാണ് സിമെട്രി അബൌട്ട് ഒറിജിൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈസ് സിമെട്രിക് അബൌട്ട് ഒറിജിൻ if f of equal to that is the equation remains unaltered when theta is replaced by pi plus theta. R equal to example r equal to cos square 2 theta. This equal to f of theta equal to cos square 2 into pi plus theta. That is cos square 2 pi plus 2 theta. This cos square 2 pi plus എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലെത്തി 2 തീറ്റ. അപ്പൊ കോസ് സ്ക്വയർ ഒന്നും ആണെന്നില്ല, cos 2 തീറ്റ തന്നെ മതി. cos 2 തീറ്റ ആണെങ്കിൽ തന്നെ ഇങ്ങനെയാണ് വരിക. That is equal to f of theta. So the curve is symmetric about origin. നമ്മൾ ഗ്രാഫിങ്ങിലേക്ക് പോവാണ്. ഗ്രാഫിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ഈ സിമെട്രി എങ്ങനെ ഗ്രാഫിങ്ങിൽ ഉപയോഗിക്കും എന്നുള്ളതാണ്. നമ്മളൊരു കർവ് എക്സ് ആക്സിന് സിമെട്രിക് ആണെങ്കിൽ എക്സ് ആക്സിന്റെ മുകളിലുള്ളത് മാത്രം വരച്ചാൽ മതി. താഴെയുള്ള ഭാഗം നമ്മൾ സിമെട്രി ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പൊ തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു പൈ കണ്ടാൽ മതി. ആംഗിള് 0 ടു പൈ കണ്ടാൽ മതി. അപ്പൊ കോസ് 2 തീറ്റയില് 2 തീറ്റ 0 ടു 2 തീറ്റ പൈ, അതായത് തീറ്റ ഈക്വൽ ടു π/2 വരെ കണ്ടാൽ മതി. അതേപോലെ കോസ് 3 തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു π/3 വരെ കണ്ടാൽ മതി. അപ്പൊ നമ്മള് തീറ്റ ഈക്വൽ ടു 0 ടു പൈ എക്സ് ആക്സിന് സിമെട്രിക് ആണെങ്കിൽ 0 ടു പൈ എന്നുള്ളത് നമ്മൾ ടേബിൾ വാല്യൂസ് കണ്ടിട്ട് സ്കെച്ച് ചെയ്യും, എന്നിട്ട് സിമെട്രി അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. അപ്പൊ ഗ്രാഫിങ്ങിന്റെ സ്റ്റെപ്സ് ആണെങ്കിൽ 1 ഐഡന്റിഫൈ സിമെട്രീസ്. If the curve is symmetric about x-axis, sketch evaluate values for from 0 to pi and apply symmetry. ഇപ്പൊ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മള് ഗ്രാഫ് ചെയ്യുമ്പോൾ സിമെട്രി ഏതൊക്കെയാണ് ഇല്ലേ എന്നുള്ളതിനനുസരിച്ച്
നമ്മള് ഗ്രാഫ് ചെയ്യാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കെച്ച് r equal to cos 2 theta in xy plane and discuss its symmetry. നമ്മൾ ആദ്യം സിമെട്രി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സിമെട്രി ഡിസ്കസ് ചെയ്യുന്ന ഇവിടെ f of theta equal to cos 2 theta. What is f of minus theta equal to cos 2 into minus theta. This cos minus 2 theta, that is cos 2 theta. കോസിന്റെ ഉള്ളിലുള്ള നെഗറ്റീവ് വെറുതെ അല്ലേ. അതേപോലെ f of theta minus pi f of pi minus theta, cos 2 into pi minus theta, that is pi minus 2 theta. ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. കോസ് 2π മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2π എന്നുള്ള ആംഗിൾ നമുക്ക് എവിടെ നിന്ന് ഒഴിവാക്കാം. കോസ് മൈനസ് 2 തീറ്റ എന്നാവും. കോസ് 2 തീറ്റ. ഇനി f of pi പ്ലസ് തീറ്റ cos 2 into pi plus theta, cos 2π plus 2 theta. 2π പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ പൂർത്തി ചെയ്തതാണ്. ശരിക്കും ഫസ്റ്റ് ക്വാർട്ടറിൽ എത്തിയത്. Again, this equal to f of theta. So symmetric about x-axis, y-axis, x-axis, y-axis, and origin. അപ്പൊ 3 സിമെട്രി ഈ ഗ്രാഫിനുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് സ്കെച്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള അടുത്ത ടാസ്ക്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേഷൻ നടത്തണം. തീറ്റ മുകളിലും r equal to cos 2 തീറ്റ താഴെയും. അപ്പൊ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോ r equal to cos 2 into 0 ആയിരിക്കും. cos 0 1 pi by 6 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 into pi by 6 എന്ന് പറഞ്ഞാല് 60 ഡിഗ്രി ആവും. അപ്പൊ cos 60 പറഞ്ഞാല് 1/2 ആവും. പിന്നെ pi by 4 1/√2, സോറി 2 into pi by 4 എന്ന് പറഞ്ഞാല് pi by 2. cos pi by 2 പറഞ്ഞാല് 0. pi by 3 60. cos 2 into pi by 3 എന്ന് പറഞ്ഞാല് 2 pi by 3, right, or 120 degree. That is cos 2 pi by 3 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. cos 2 pi by 3 equal to cos pi minus pi by 3. That is second quadrant. That is negative of cos pi by 3. That is negative of cos 60. That is minus half. ഇനി pi by 3, pi by 2. Pi by 2 cos pi equal to minus 1. ഇതാണ് നമുക്ക് വാല്യൂസ് ആയിട്ട് കിട്ടുക. നമ്മൾ എങ്ങനെ ഇതിനെ സ്കെച്ച് ചെയ്ത് നോക്കാം. ആദ്യം പോളാർ ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈനിൽ നമുക്ക് പോയിന്റ്സ് അടയാളപ്പെടുത്താം. ഇത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ് ആയിട്ട് എടുത്താൽ മതി. ഇത് 2 യൂണിറ്റ്. 1 യൂണിറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. 1 യൂണിറ്റ് ആകുമ്പോൾ ഇത് ഹാഫ് യൂണിറ്റ്,
ഇത് ഹാഫ് യൂണിറ്റ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇത്രയും മതി നമുക്കിപ്പോ. So this half unit, this 1 unit. Now നമുക്ക് ഈ ഗ്രാഫ് പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് ആദ്യം നമുക്ക് ഈ ടേബിൾ വാല്യൂസ് നോക്കാം. θ = 0 ആകുമ്പോൾ 1 ആണ്. 0 ആകുമ്പോൾ 1. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഈസ് ദിസ്. അടുത്തെന്താണ്? θ = π/6 1/2 ആണ്. π/6 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആംഗിൾ? 30 ഡിഗ്രി. π/6 ആകുമ്പോ 1/2 ആണ്. 1/2 പറഞ്ഞാൽ ഇതാണ് വരെ. യെസ്, π/6 ആകുമ്പോ ഈ യൂണിറ്റിൽ നമ്മളിവിടെ എടുത്ത് കണ്ടോ, ഇതാണ് ഹാഫ്. അപ്പോ ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞാൽ യെസ്, ഡിഗ്രിയില് 30 ഡിഗ്രിയിൽ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം വരും. ഇനി അടുത്തത് 45 ഡിഗ്രിയിൽ 0 ആണ്. 45 ഡിഗ്രി ആകുമ്പോ വീണ്ടും 0 ആണ്. പിന്നെ ഇനി നെക്സ്റ്റ് π/3 60 ഡിഗ്രിയിൽ -1/2 ആണ്. ഡിഗ്രിയിൽ -1/2 ആണ്. അതേപോലെ 60 ഡിഗ്രിയിൽ -1/2 ആണ്. ഇനി അടുത്തത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാല് π/2 പറഞ്ഞ 90 ഡിഗ്രിയിൽ 1 ആണ്. അപ്പോ യെസ്, ദിസ് ഇസ് ദ പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ 90 ഡിഗ്രിയിലെ ഇത് വരക്കാം. This will be ഇപ്പൊ ഇതാണ് 1 യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. ഗ്രാഫ് വളരെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. റെഡ് ഉണ്ട്. യെസ്, this will be our graph. Next we have to apply the symmetries. സിമെട്രി അപ്ലൈ ചെയ്യാൻ നമ്മൾ ഈ ഗ്രാഫ് വീണ്ടും വരക്കണം. നമ്മള് അതേ ഗ്രാഫിൽ ചെയ്യരുത്, വേറൊരു ഗ്രാഫ് വരക്കുക. നമ്മള് സിമെട്രി അപ്ലൈ ചെയ്യാൻ ഇതാ നമ്മള് പെട്ടെന്ന് ആദ്യം വരച്ച അത്ര ഇതാവണമെന്നില്ല, പെട്ടെന്ന് വരച്ചാൽ മതി. കുറച്ചുകൂടി
90 ഡിഗ്രിയിൽ ഇങ്ങനെ. നമ്മള് 1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1-ൽ നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ കയ്യിലുള്ള ഗ്രാഫ് the 45 ഡിഗ്രിയിൽ 0 ആവുന്ന വിധത്തില് ഇതാണ് നമ്മളുടെ കയ്യിലെ ഗ്രാഫ്. ഇനി ഇതിന് സിമെട്രി അപ്ലൈ ചെയ്യാം. സിമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എക്സ് ആക്സിനുള്ള സിമെട്രി അപ്ലൈ ചെയ്യാം. എക്സ് ആക്സിനുള്ള സിമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ 45 ഡിഗ്രിയിലെ ഇത് 0 എത്താൻ പറ്റുള്ളൊരു അത് 45 ഡിഗ്രിയിലെ ലൈൻ വരച്ചാൽ ഇതിന് ടാൻജൻഷ്യൽ ആയി നിൽക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ 45 ഡിഗ്രിന്റെ കറക്റ്റ് ഈ ആംഗിളിലാണ് ഇത് 0 ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കണ്ടോ, ഇതില് 45 ഡിഗ്രിയിൽ ഇത് 0 ആവുന്ന വിധത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ മുകളിലേക്ക് പോകില്ല. അപ്പൊ ഈ ഗ്രാഫുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് നമുക്ക് അതിന് കിട്ടും. ഇനി ഈ ഭാഗത്തേക്കുള്ള സിമെട്രി അപ്ലൈ ചെയ്താൽ കണ്ടോ, അങ്ങനെയാണ് ഈ ഭാഗത്തേക്കുള്ള സിമെട്രി അപ്ലൈ ചെയ്താൽ കിട്ടും. ഇതാണ് സിമെട്രി അബൌട്ട് എക്സ് ആക്സിസ് ആണത്. ഇനി സിമെട്രി അബൌട്ട് വൈ ആക്സ് അപ്ലൈ ചെയ്യാം. വൈ ആക്സിലെ സിമെട്രി അപ്ലൈ ചെയ്താല് ഇനി വീണ്ടും വരക്കണില്ല, അതിൽ തന്നെ വരക്കണ. സിമെട്രി അബൌട്ട് വൈ ആക്സ് അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് വൈ ആക്സിന് സിമെട്രിക് ആണെന്ന് പറയുമ്പോൾ വൈ ആക്സിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വേണല്ലോ. കണ്ടോ, ഈ π/4 0 ആവുന്ന ഇതിൽ കണ്ടോ. അതേപോലെ ഇവിടെ സിമെട്രി അബൌട്ട് വൈ ആക്സ് കംപ്ലീറ്റ് ആയില്ല, കാരണം ഇതേ സാധനം ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പൊ ഇതാണ് ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്ത വരെ. ഇത് സിമെട്രി അബൌട്ട് വൈ ആക്സ്. ഇനി സിമെട്രി അബൌട്ട് ഒറിജിൻ ഓൾറെഡി ഇതിൽ വന്നു കഴിഞ്ഞു. സോ അവർ ഗ്രാഫ് ഈസ് കംപ്ലീറ്റഡ്. ഈ r=cos3θ ഇതുപോലെ വളരെ പെട്ടെന്ന് ഗ്രാഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 3 തരം സിമെട്രി ഉണ്ട്. അപ്പൊ നമ്മൾ ഏതുവരെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് 3θ = π, 3θ = π വരെ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് θ = π/3 വരെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ബാക്കി സിമെട്രി അപ്ലൈ ചെയ്തിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ടേബിൾ വാല്യൂസ് എങ്ങനെ വരിക നോക്കുക. θ = θr.
പിന്നെ തീറ്റ ഈക്വൽ ടു പൈ ബൈ 6 കൊടുക്കുക. പൈ ബൈ 6 കൊടുത്താല് കോസ് 3 തീറ്റ പറഞ്ഞാൽ കോസ് 3 പൈ ബൈ 6 എത്രയാണ് വരിക? കോസ് പൈ ബൈ 2 എത്രയാണ് വരിക? 0 ആണ് വരിക. പൈ ബൈ 6 0 ആണ് വരിക. സോറി, 0 1 ആണ് വരിക. ആദ്യം 0 1 ആണ് വരിക. പൈ ബൈ 6 0 ആണ് വരിക. അതിന്റെ ഇടയിൽ ഒരു നമ്പർ, ഒരു ആംഗിൾ ഇപ്പോ പൈ ബൈ 12 ഒക്കെ എടുക്കുകയാണെങ്കിൽ പൈ ബൈ 12 അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ ഇപ്പൊ പൈ ബൈ 6 0 ആണ് നമുക്ക് കിട്ടി. പൈ ബൈ 9 എടുക്കുകയാണെങ്കിൽ പൈ ബൈ 9 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി വരിക. പൈ ബൈ 9 എടുക്കുകയാണെങ്കിൽ 3 പൈ ബൈ 9 എന്ന് പറഞ്ഞാല് എന്താ പറയാ, 3 പൈ ബൈ 9 എന്ന് പറഞ്ഞാല് പൈ ബൈ 3 ആണ് വരിക. 60 ഡിഗ്രി, ദാറ്റ് ഈസ് കോസ് 60 ഈക്വൽ ടു 1/2 അങ്ങനെയാണ് വരിക. പൈ ബൈ 6 നമ്മൾ പറഞ്ഞാല് 0, റൈറ്റ്? ഇനി ഇതിന്റെ ഇടയില് പിന്നെ വീണ്ടും പൈ ബൈ 6 കഴിഞ്ഞ് പൈ ബൈ 4 വിചാരിച്ചോ. പൈ ബൈ 4 പറഞ്ഞാല് 3 ഇൻറ്റു പൈ ബൈ 4 എന്ന് പറഞ്ഞാല് ക്വാഡ്രന്റ് എവിടത്തെ? സെക്കൻഡ് ക്വാഡ്രന്റിലെത്തി നെഗറ്റീവ് ആവും. കോസ് 3 പൈ ബൈ 4 എന്ന് പറഞ്ഞാല് കോസ് 3 പൈ ബൈ 4 എന്ന് പറഞ്ഞാല് കോസ് പൈ മൈനസ് പൈ ബൈ 4 ആണ്. ദാറ്റ് ഈസ് മൈനസ് കോസ് പൈ ബൈ 4 ആണ്. ദാറ്റ് ഈസ് മൈനസ് 1/√2 എങ്ങാണ്ടാണ് വരിക. മൈനസ് 1/√2 എങ്ങാണ്ടാണ് വരിക. അതേപോലെ കോസ് പൈ ബൈ 3 കൊടുത്താലോ പൈ ബൈ 3 -1 ആണ് വരിക. കാരണം 3 പൈ ബൈ 3 അല്ലേ? അങ്ങനെ പൈ ബൈ 2 പൈ ബൈ 2 3 പൈ ബൈ 2 0 ആണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് ഈ വാല്യൂസ് വരിക. അപ്പൊ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മള് ഗ്രാഫ് സ്കെച്ച് ചെയ്യുമ്പോ എന്താ കിട്ടുക നോക്കാം. ഇതാണ് 1, ഇതാണ് ഹാഫ്. അപ്പൊ അങ്ങനെ ഇത് ഒറിജിൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂസ് ഓരോന്നായിട്ട് എടുക്കുക. പൈ ബൈ 9 1/2. പൈ ബൈ 9 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയിൽ 1/2. 20 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ 20 ഡിഗ്രി അതിൽ 1/2 യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഇതാണ്, റൈറ്റ്? ഇതാണ് 20 ഡിഗ്രിയിൽ 1/2 യൂണിറ്റ് വരാം. ഇവിടെയാണ് ഇവിടെ വരാം. 0 1/2 അല്ല, നമ്മുടെ വാല്യൂ 0 1 ആണ്. 0 1 ആണ്. 20 ഡിഗ്രിയിൽ 1/2 ആണ്. ഇനി 30 ഡിഗ്രിയിൽ 0 ആണ്. 30 ഡിഗ്രിയിൽ 0 എന്നുള്ളത് അത് നമ്മൾ എങ്ങനെയാണ് ഔട്ട് നോക്കുക. 30 ഡിഗ്രിയിൽ 0 എന്നുള്ളത് ഇതാ ഇങ്ങനെയാണ് 0ലേക്ക് വരുന്നത്. അപ്പോ ഗ്രാഫിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ് വരിക.
ഇനി 30 ഡിഗ്രിയിൽ 0 ആയി. ഇനി നെക്സ്റ്റ് 45 ഡിഗ്രിയിൽ നെഗറ്റീവ് ആണ്. 45 ഡിഗ്രിയിൽ -1/√2 ആണ്. -45 ഡിഗ്രിയിൽ -1/√2 എന്ന് പറഞ്ഞാല് 1/√ എത്രയുടെ വാല്യൂ വരിക? 0.7071 ആണ് വരിക. അപ്പോ ഏകദേശം നമുക്കൊരു 45 ഡിഗ്രിയിൽ -0.7071 ആണ് വരിക. ഏകദേശം എത്ര എടുക്കുക? ഇത്ര എടുക്കാം, റൈറ്റ്? പിന്നെ ഇനി π/3 -1 ആണ് വരിക. π/3 എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിലായിരിക്കും. π/3 നമ്മൾ ഇങ്ങോട്ട് വരക്കുകയാണെങ്കിൽ ശരിക്ക് 90 വരക്കുക. ഷാർപ്പായിട്ട് വരക്കുക. ഇനി π/3 എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇവിടുത്തെ ഒരു 60 വരച്ചാൽ മതി. വരക്കുമ്പോൾ ഇതാണ് π/3. π/3 വീണ്ടും വാല്യൂ എന്താണ്? π/3 വാല്യൂ എന്താണ്? -1 ആണ്. -1 എന്ന് പറയുമ്പോ -1 പറയുമ്പോ ഈ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫിനുള്ള സിമെട്രീസ് നമ്മള് എക്സ് ആക്സിലെ സിമെട്രി കൺഫേം ആണ്. f of theta equal to cos 3 theta, f of minus theta equal to cos minus 3 theta, that is cos 3 theta. So x-axis symmetry, okay. f of pi minus theta cos 3 pi minus 3 theta. 3 into pi minus theta, 3 pi minus 3 theta. That is cos 2 pi korkam pi minus 3 theta. The second quadrant, that is minus cos 3 theta. F of pi plus theta cos 3 pi plus 3 theta, that is again cos pi plus 3 theta. Third quadrant again minus cos 3 theta, minus cos 3 theta ആണ് വരിക. അപ്പൊ ശരിക്കും ഇതിന് എക്സ് ആക്സിന് മാത്രമേ സിമെട്രി ഉള്ളൂ. അപ്പൊ ബാക്കി എന്ത് ചെയ്യും? നമ്മൾ π/3 വരെ മാത്രമേ വരച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് റിഫ്ലക്ഷൻസിലൂടെ നമുക്ക് കിട്ടുന്നില്ലതാണ്. അപ്പൊ നമ്മള് ഇനി ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇപ്പോഴുള്ള ഗ്രാഫുകൾ സിമെട്രിക് ആക്കി മാറ്റും, അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും, ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു സാധനം. So this is the graph of this is the required graph of the function.
ഓക്കെ, ബാക്കി സിമെട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് റിഫ്ലക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. നമ്മള് 3θ π/3 വെച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോർഷൻസ് നമ്മള് അതിന്റെ റിഫ്ലക്ഷൻസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു നമുക്ക് സിമെട്രി ഉപയോഗിച്ചിട്ട് കിട്ടിയ ഗ്രാഫുകൾ കംപ്ലീറ്റ് ചെയ്യാന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് കൺവേർട്ട് r equal to 1 plus cos 2θ into Cartesian form. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഈ ഇക്വേഷൻ എങ്ങനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും? ഇതിനെ നമുക്ക് cos 2θ cos square θ minus sin square θ, that is r equal to 1 plus cos square θ minus sin square θ. അപ്പൊ r cos θ നമുക്ക് x കൊടുക്കാം, r sin θ y കൊടുക്കാം. അപ്പൊ r സ്ക്വയർ കൊണ്ട് എല്ലായിടത്തും r സ്ക്വയർ വരാൻ എന്ത് ചെയ്യും?